അഭിനയം പോലെ ഈ രണ്ടാമത് സംവിധായകന്മാരെ നല്ല പടങ്ങളൊന്നും കിട്ടില്ല. ഈ രണ്ടാമത് അഭിനയം ഗാനങ്ങളൊക്കെ കിട്ടണം. വിനയന്റെ മോന്റെ നിഷ്കളങ്കൻ ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഹരീന്ദ്രൻ നിഷ്കളങ്കൻ ജയറാമൻ സത്യനന്ദിക്കട കൂട്ടുകെട്ട് സത്യനന്ദിക്കാട് വെച്ചിട്ടില്ല. അവൻ ഗ്രാമീണമായ ടച്ചാണ്. വെറുതെ ഒരു ഭാര്യ നല്ല പടമാണ്. ഞാൻ തീർച്ചയായും കണ്ടു. നല്ല പടമാണ്. നല്ല പടം തന്നെ. നീ കണ്ടുണ്ടോ? പടമുണ്ടല്ലോ ഇറങ്ങിയ ദിവസത്തിൽ പുള്ളി ഇറങ്ങുന്നു. ആ പടങ്ങളിട്ട് സത്യനന്ദിക്കാടോട് പറഞ്ഞു സത്യനന്ദിക്കാടിന്റെ പോലത്തെ ഒരു പടം. അപ്പൊ സത്യനന്ദി കണ്ടു. അപ്പൊ സത്യനന്ദി പറഞ്ഞു എന്റെ പടത്തിനേക്കാളും വലിയ പടയുന്നത്. അവനങ്ങനെ വലിയ ഇതൊന്നുമില്ലേ പറയാ. അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് പടത്തില്. ശരിക്കും ജയറാമിന് ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ എന്റെ പടങ്ങളൊക്കെ കുറഞ്ഞു നന്നായി സിറ്റുവേഷൻ ആയിരുന്നു. രക്ഷപ്പെടുത്തി നമുക്ക് ഇപ്പൊ ജയറാമിനോടൊരു ഇപ്പൊ ഒരു പൊളി കാണുന്നാലും ജയറാം അഭിനയിക്കും. അപ്പൊ ആ പടം പൊളിയുമ്പോ വീണ്ടും വീട്ടിൽ ഒരുപാട് എനിക്ക് വിട്ടു പിരിയാൻ പറ്റില്ല. കാരണം ഇനി നല്ല പടങ്ങളൊക്കെ എടുക്കുമ്പോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവരൊരു തൊലിഞ്ഞ ഇത് കൂടെ നമ്മളെന്ത് ചെയ്യാ? അതിന് പറയണേ അത് പറഞ്ഞിട്ടുണ്ട്. ആ താന്തമൊക്കെ ഇറങ്ങിയ പക്ഷെ അവനൊന്ന് നമ്മളെത്ര പറഞ്ഞാലും എത്ര പണം പോളിഞ്ഞാലും അവനൊന്ന് വീട്ടിൽ കഴിയില്ലേ? വെറുതെ ഇരിക്കും പോലെ. നീ 1-1.5 കൊല്ലം അവൻ വെറുതെ ഇരുന്നു. അതറിയാം എനിക്ക് മോഹൻലാല് ഒരു കൊല്ലത്തോണ്ട് അതെ ചതുരംഗം അത് അതൊന്നല്ല. ആ ടൈമിലൊന്നല്ല. നീ ഞാൻ പറഞ്ഞല്ല ദി പ്രിൻസ് ഒക്കെ ഇല്ലേ ആ ടൈമിൽ അവൻ വെറുതെ പടമില്ലാണ്ട് നീ വേണമെങ്കിൽ. പക്ഷേ ഞാനതല്ല പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. അതല്ല പടല്ലേ. പക്ഷെ പിന്നെ പോകുന്നില്ലേ പടം പോകുന്നില്ലേ? ജയറാം പോയ പോലെ പോകുന്നില്ല. ജയറാമൊക്കെ വന്നിട്ട് 1.5 കൊല്ലം 1 കൊല്ലം ഞാൻ പോട്ടെ. മമ്മൂട്ടി 60-65 വയസ്സ് വരെ അഭിനയിച്ചു നടക്കണം. മോഹൻലാൽ എത്ര 45 വയസ്സായിട്ടുള്ള അപ്പളിങ് കണ്ടില്ലേ നീ? എന്നിട്ട് കണ്ട് ഇനി എത്ര നാളുണ്ടാവൻ? നീ മമ്മൂട്ടിയെ എന്നിട്ട് ഗ്ലാമറിൽ പൊളിഞ്ഞോ? അപ്പൊ മോഹൻലാൽ എത്ര പണം പൊളിഞ്ഞിട്ട് പറഞ്ഞു? അവസരത്തില് മമ്മൂട്ടിക്ക് 10 പടം വിജയിച്ചു. വേഷം ഇറങ്ങിയ ടൈമില് മമ്മൂട്ടിക്ക് 10 വിജയിച്ചു. മമ്മൂട്ടിക്ക് 10 വിജയിച്ചു പടങ്ങൾ. ബാലേട്ടൻ ആരാധകർ കൊണ്ടുപോയി ടിക്കറ്റ് വിജയിപ്പിച്ചത്. പടത്തിന് വിജയത്തിന് അതെ ഞാൻ ഒരു കാര്യം നിന്നോട് അത് പറ
പടം ഇറങ്ങാണ്ട് പടം വിജയിച്ചു ഞാൻ ഇവനെപ്പോഴറിയില്ല കേട്ടോ മോഹൻലാലിന്റെ പടം വിജയിച്ചത് പിന്നെ അതിനകത്ത് പടം ഒന്നില്ലേ ഇന്നത്തെ പൊളിയൂന്ന് എല്ലാരും പൊളിയുണ്ട് മോഹൻലാലിന്റെ അച്ചാച്ചനൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞു മോഹൻലാലിന്റെ പറഞ്ഞതിനെ പുളിക്കണം നീ മമ്മൂട്ടിനെ പറഞ്ഞ പുളിക്കണമെന്നില്ല പുളിക്കില്ല പറയണ്ടാവും മോഹൻലാലിനെ പറയേണ്ട ആവശ്യമില്ല മോഹൻലാലിന്റെ അച്ചാച്ചനാണ് എന്റെ അച്ഛനെ ആ കമ്പനിക്ക് വേണ്ട മോഹൻലാലിനെ പറ്റിയ വരുന്നത് പിന്നെ പറഞ്ഞത് മോഹൻലാൽ ഒരു കാര്യം പറയാം മോഹൻലാൽ പറ്റി അടിപൊളി കല്ലുടിയന്മാരെ വേഷം കള്ളുടിയൻ വേറൊരു അടിപൊളിയായിട്ട് കള്ളുടിച്ചിട്ട് അഭിനയിക്കാൻ കള്ളുടിച്ചാൽ സൂപ്പറാ നായകൻ കണ്ടത് നാളേക്ക് ഒരു മടിയും മറ്റേ തൊപ്പി വെച്ചിട്ട് ക്രിസ്മസ് പോകും നിങ്ങൾ പറയാനല്ല നിങ്ങൾ പിടിച്ച പോയല്ല നമ്മൾ പറയുമ്പോ തടിയില്ല വർത്താൻ വേണ്ടി പോലീസുണ്ട്